ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ജമ്മു കശ്മീരിലെ എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള PM ജയ് സെഹത് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുവാഹത്തിയിൽ നിരവധി വികസന പദ്ധതികൾക്ക് അല്പസമയത്തിനകം തുടക്കമിടും. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 95.78% ഉയർന്നു. ചികിത്സയിലുള്ളത് 2,81,000 പേർ മാത്രം. ബ്രിട്ടനിൽ നിന്നും മടങ്ങിയെത്തിയ 8ലേറെ പേരെ ബാധിച്ച കോവിഡ് വൈറസ് ജനിതക മാറ്റം സംഭവിച്ചതാണോ എന്നറിയാൻ കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയ 195 റൺസിന് പുറത്ത്. വാർത്തകൾ വിശദമായി. ജമ്മു കശ്മീരിലെ എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള PM ജയ് സെഹത് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ തുടക്കമിടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സാർവത്രികമായ ആരോഗ്യ പരിരക്ഷയും ചെലവ് കുറഞ്ഞതും ഗുണനിലവാരമുള്ളതുമായ ചികിത്സാ സംവിധാനങ്ങളും എല്ലാ ജമ്മു കശ്മീർ നിവാസികൾക്കും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ളതാണ് പദ്ധതി. 5 ലക്ഷം രൂപ വരെ സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും ഉറപ്പു നൽകും. 15 ലക്ഷം കുടുംബങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. രാജ്യത്തെവിടെയും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുമായി സംയോജിപ്പിച്ചാണ് PM സെഹത് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഭാഗമായി ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന എല്ലാ ആശുപത്രികളിലും PM ജയ് സെഹത് പദ്ധതിയിലൂടെയുള്ള സേവനങ്ങളും ലഭ്യമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസം തലസ്ഥാനമായ ഗുവാഹത്തിയിലെ അമീൻഗാവിൽ നിരവധി വികസന ക്ഷേമ പദ്ധതികൾക്ക് അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ഗുവാഹത്തിയിൽ 2ാമത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് തുടക്കം കുറിക്കുന്ന ചടങ്ങിലും അദ്ദേഹം മുഖ്യ അതിഥിയാകും. 9 ലോ കോളേജുകളുടെ പ്രവർത്തന ഉദ്ഘാടനവും ശ്രീ അമിത്ഷാ നിർവഹിക്കും. അസം ദർശൻ പരിപാടിയുടെ ഭാഗമായുള്ള ധനസഹായവും അദ്ദേഹം ഇന്ന് കൈമാറും. അസമിലെ BJP നേതൃത്വവുമായും ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 95.78% ഉയർന്നു. ചികിത്സയിലുള്ളത് 2,81,667 പേർ മാത്രം. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 22,200ഓളം പേർ കോവിഡ് രോഗമുക്തരായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 97,40,000 പിന്നിട്ടു. 4,506 പേർ രോഗമുക്തരായ കേരളമാണ് ഇന്നലെ പ്രതിദിന രോഗമുക്തരുടെ എണ്ണത്തിൽ മുന്നിൽ. അതേസമയം ഇന്നലെ 22,273 പേർക്ക് കൂടി രാജ്യത്ത് പുതുതായി രോഗം റിപ്പോർട്ട് ചെയ്തു. 5,397 കേസുകളുമായി പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിലും കേരളമാണ് മുന്നിൽ. മഹാരാഷ്ട്രയിൽ 3,431 പേർക്ക് കഴിഞ്ഞ ദിവസം പുതുതായി രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് ഇന്നലെ 251 മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് മഹാരാഷ്ട്രയിലാണ്, 71 പേർ. 1,47,343 രാജ്യത്തെ നിലവിലെ കോവിഡ് മരണസംഖ്യ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് വാക്സിൻ ലഭ്യമായാലുടൻ വിതരണം നടത്തുന്നതിനായി മുൻഗണനാക്രമം നിശ്ചയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തുവരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ. ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ നൽകേണ്ട 30 കോടി ആളുകളുടെ മുൻഗണനാക്രമം തയ്യാറാക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തകരും അടക്കമുള്ളവർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. രാജ്യത്തുടനീളം കോവിഡ് വാക്സിൻ വിതരണത്തിനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തി കേന്ദ്ര സർക്കാർ. വിവിധ സംസ്ഥാനങ്ങളിൽ വാക്സിനേഷൻ ട്രെയിനർമാർക്കുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ നടന്നു. ജില്ലകളിൽ നിന്നുള്ള 7,000ഓളം ട്രെയിനികൾക്കും പരിശീലനം നൽകി. വാക്സിൻ വിതരണം, ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള IT പ്ലാറ്റ്ഫോമിന്റെ ഉപയോഗം, മരുന്ന് സൂക്ഷിക്കുന്നതിനുള്ള ശീതീകരണ സംവിധാനത്തിന്റെ തയ്യാറെടുപ്പ്, പ്രതികൂല സാഹചര്യങ്ങൾ നേരിടൽ എന്നിവയിലാണ് പരിശീലനം. കേരളത്തിലെ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രതീക്ഷിച്ച തരത്തിൽ വർധനയില്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വൈറസിന് ജനിതക മാറ്റം വരുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്ന് വന്ന 8ലധികം പേർക്ക് ബാധിച്ച വൈറസ് ജനിതകമാറ്റം സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കാൻ പൂനെയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ജനിതകമാറ്റം സംഭവിച്ച വൈറസിനും നിലവിലെ വാക്സിൻ ഫലപ്രദമാണെന്നാണ് വിദഗ്ധരുടെ നിലപാട്. കേരളത്തിൽ കോവിഡ് മരണനിരക്ക് കൂടിയിട്ടില്ല എന്നും ശ്രീമതി കെ ശൈലജ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയായ മുംബൈയിലെ ധാരാവിയിൽ ഇന്നലെ പുതുതായി ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഏപ്രിൽ 1 ശേഷം ഇത് ആദ്യമായാണ് പ്രദേശത്ത് ഒരു രോഗബാധ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത്. ഇതുവരെ 3,788 പേർക്ക് കോവിഡ് ബാധിച്ച ധാരാവിയിൽ
നിലവിൽ ചികിത്സയിലുള്ളത് 12 പേരാണ്. 312 പേർ ഇവിടെ രോഗം ബാധിച്ചു മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 7ാം ഗഡുവായ 18,000 കോടി രൂപ രാജ്യത്തെ 9 കോടിയിലധികം കർഷകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വിതരണം ചെയ്തു. 1 ലക്ഷം കോടിയിലേറെ രൂപ പദ്ധതിയിലൂടെ ഇതിനകം കർഷകർക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകരുടെ കൃഷിക്കായുള്ള മുതൽ മുടക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പറഞ്ഞു. കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. 6 സംസ്ഥാനങ്ങളിലെ കർഷകരുമായും പ്രധാനമന്ത്രി ഇന്നലെ ആശയവിനിമയം നടത്തി. ഭഗവത്ഗീതയിൽ പരാമർശിച്ചിരിക്കുന്ന മൂല്യങ്ങൾ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നതായി ഗീതാ ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗീതയിലെ ആശയങ്ങൾ പൂർണ്ണതയുള്ള ജീവിതത്തിന് ജനങ്ങളെ പ്രചോദിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ നാളെ രാവിലെ 11-ന് ചിന്തകൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 72ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാളത്തിലുള്ള പരിഭാഷയും കേൾക്കാം. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം കഴിഞ്ഞ ആഴ്ച അവസാനിച്ചപ്പോൾ $2.56 ബില്യൺ ഉയർന്നതായി റിസർവ് ബാങ്ക് അറിയിച്ചു. രാജ്യത്തെ സ്വർണ്ണ ശേഖരത്തിന്റെ മൂല്യം $37.02 ബില്യൺ ആയതായും അന്താരാഷ്ട്ര നാണയനിധിയിലെ ഇന്ത്യയുടെ ശേഖരം $160 ദശലക്ഷം വർദ്ധിച്ച് $4.87 ബില്യൺ ആയതായും റിസർവ് ബാങ്ക് അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന 22 ഹരിത എക്സ്പ്രസ് ഹൈവേകൾ നിർമ്മിച്ചുവരികയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യയെ ലോകത്തെ ഏറ്റവും മികച്ച ആഗോള സമ്പദ്ഘടനയാക്കി മാറ്റി പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനെക്കുറിച്ചും കേന്ദ്രമന്ത്രി ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. നിരവധി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പുനഃസംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനതാദൾ യുണൈറ്റഡിന്റെ ദ്വിദിന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന് ഇന്ന് പട്നയിൽ തുടക്കം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് പാർട്ടി യോഗം ചേരുന്നത്. പാർട്ടി പ്രസിഡന്റും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനം സംബന്ധിച്ച വിശകലനം യോഗത്തിൽ നടക്കും. ഇന്ത്യ ഓസീസ് 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഓസ്ട്രേലിയ 195 റൺസിന് പുറത്തായി. ഇന്ത്യയ്ക്ക് വേണ്ടി ബുംറ 4-ഉം അശ്വിൻ 3-ഉം സിറാജ് 2-ഉം വിക്കറ്റുകൾ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇന്നത്തെ കളി അവസാനിച്ചപ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 36 റൺസ് നേടിയിട്ടുണ്ട്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ വിജയിച്ചിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. 6 കളികളിൽ 2 ജയവും 2 തോൽവിയും 2 സമനിലയും വഴങ്ങിയ ചെന്നൈയിൻ FC പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. അതേസമയം 6 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ജയിച്ചിട്ടില്ലാത്ത ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ അവസാനമാണുള്ളത്. ഇന്ത്യയുടെ പുരുഷ വനിതാ ഹോക്കി ടീമുകൾ ടോക്കിയോ ഒളിമ്പിക്സ് വിജയം ലക്ഷ്യമാക്കി പരിശീലനം തുടങ്ങി. 40 വർഷം മുമ്പാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഒളിമ്പിക്സിൽ ഹോക്കിക്ക് സ്വർണം നേടിയത്. അതിനുശേഷം 8 ഒളിമ്പിക്സിൽ പങ്കെടുത്തെങ്കിലും ഒരിക്കൽ പോലും പുരുഷ ടീമിന് മെഡൽ നേടാൻ കഴിഞ്ഞില്ല. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഈ വർഷം നടക്കേണ്ടിയിരുന്ന ഒളിമ്പിക് മത്സരങ്ങൾ അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കൊറോണ വൈറസിന്റെ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ പുതിയ വകഭേദത്തിന് വ്യാപന സാധ്യത കൂടുതലാണെന്ന ബ്രിട്ടീഷ് ആരോഗ്യമന്ത്രിയുടെ വാദം ദക്ഷിണാഫ്രിക്ക നിരാകരിച്ചു. ബ്രിട്ടനിൽ തിരിച്ചറിഞ്ഞ കോവിഡ് വകഭേദത്തേക്കാൾ ഇതിന് രോഗസാധ്യത കൂടുതലാണ് എന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ബ്രിട്ടീഷ് ആരോഗ്യമന്ത്രി സെലിനി ഖൈസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകശ്മീരിലെ എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള PM-JE സെഹത് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുവാഹത്തിയിൽ നിരവധി വികസന പദ്ധതികൾക്ക് അല്പസമയത്തിനകം തുടക്കമിടും. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 95.78% ഉയർന്നു. ചികിത്സയിലുള്ളത് 2,81,000 പേർ മാത്രം. ബ്രിട്ടനിൽ നിന്നും മടങ്ങിയെത്തിയ 8-ലേറെ പേരെ ബാധിച്ച കോവിഡ് വൈറസ് ജനിതകമാറ്റം സംഭവിച്ചതാണോ എന്നറിയാൻ കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചതായി ആരോഗ്യമന്ത്രി KK ശൈലജ. ഇന്ത്യയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആദ്യ ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 195 റൺസിന് പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.